വൃക്കരോഗം പോലുള്ള പ്രമേഹ സങ്കീർണതകൾ കുറയ്ക്കുന്ന പഴം: ഡ്രാഗൺ പഴം, സ്ട്രോബെറി, നെല്ലിക്ക, അനാർ. ഉത്തരം സ്ട്രോബെറി. സ്ട്രോബെറി വൃക്കരോഗം, നാഡീക്ഷതം തുടങ്ങിയ പ്രമേഹ സങ്കീർണതകൾ കുറയ്ക്കുന്നതായി ഒരു പഠനം കണ്ടെത്തിയിട്ടുണ്ട്. ഫ്രീസറിൽ സൂക്ഷിച്ചിട്ട് ചൂടാക്കിയാൽ കേടാവുന്ന ഭക്ഷണം: പാൽ, തൈര്, ഓട്സ്, കേസരി. ഉത്തരം പാൽ. ഫ്രീസറിൽ വെച്ച പാൽ വീണ്ടും തിളപ്പിക്കുമ്പോൾ അത് പിരിയാനുള്ള സാധ്യത കൂടുതലാണ്. കൊഴുപ്പ് കൂടിയ പാലിലാണ് ഈ സാധ്യത കൂടുതൽ കണ്ടുവരുന്നത്. അടിവയറ്റിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് ചെറുക്കുന്ന സുഗന്ധവ്യഞ്ജനം ഏത്? കുരുമുളക്, ഗ്രാമ്പൂ, ഏലം, ജാതിക്ക. ഉത്തരം ഏലം. കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് ഫലപ്രദമായി തടയാൻ ഏലക്കയ്ക്ക് കഴിയും. കൂടാതെ ദഹന പ്രശ്നങ്ങൾ തടയാൻ ഏലക്കായിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾക്ക് കഴിയുമെന്ന് ആയുർവേദം പറയുന്നു. മഴക്കാലത്ത് ഒഴിവാക്കേണ്ട ഭക്ഷണം ഏത്? സൂപ്പുകൾ, ഇലക്കറി, മാതളം, ഹെർബൽ ടീ. ഉത്തരം ഇലക്കറി. ഇലക്കറികൾ മഴക്കാലത്ത് കഴിവതും ഉപേക്ഷിക്കണം. കാരണം മഴക്കാലത്ത് ഈർപ്പം കൂടുതലുള്ള സാഹചര്യത്തിൽ ഇവയിൽ കോളി, സാൽമണല്ല തുടങ്ങിയ ബാക്ടീരിയകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആയുർവേദ പ്രകാരം ക്യാബേജും മഴക്കാലത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. തക്കാളി അമിതമായി കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം: കരൾ വീക്കം, വൃക്കരോഗം, ശ്വാസതടസ്സം, സന്ധിവാതം. ഉത്തരം സന്ധിവാതം. തക്കാളിയിൽ പ്യൂരിൻ കുറവാണെങ്കിൽ അവ സന്ധിവാതത്തിന് കാരണമാകുമെന്ന് ചില ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. സന്ധിവാതം കണ്ടെത്തിയ 2000-ലധികം ആളുകളിൽ നടത്തിയ പഠനത്തിൽ 20% ആളുകളിലും തക്കാളി ഒരു ട്രിഗർ ആയി കണ്ടു. DNA നശിപ്പിക്കുമെന്ന് കണ്ടെത്തിയ ഭക്ഷണ പദാർത്ഥം ഏത്? കൃത്രിമ മധുരം, പൊട്ടറ്റോ ചിപ്സ്, ഗ്രിൽഡ് ഫുഡ്, ഫുഡ് കളർ. ഉത്തരം കൃത്രിമ മധുരം. കൃത്രിമ മധുരപലഹാരങ്ങളിൽ കാണപ്പെടുന്ന സൂക്രലോസ് 6 അസറ്റേറ്റ് എന്ന രാസവസ്തു ജീനോടോക്സിക് ആണെന്ന് പുതിയ ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. അതായത് DNA തകരാറിലാക്കാൻ കാരണമാകുമെന്ന്. കണ്ണ് ഒരു മിനിറ്റിൽ ശരാശരി എത്ര തവണ ഇമ വെട്ടും? 10, 15, 20, 25. ഉത്തരം 15. മിക്ക മുതിർന്നവരിലും മിനിറ്റിൽ 14 മുതൽ 17 തവണ വരെ കണ്ണിറുക്കുന്നു. ശരാശരി മിനിറ്റിൽ 15 തവണ എന്ന തോതിൽ. മഞ്ഞപ്പിത്ത രോഗമുള്ളവർക്ക് കൊടുക്കേണ്ട ജ്യൂസ് ഏത്? മുന്തിരി, അനാർ, കരിമ്പ്, ഓറഞ്ച്. ഉത്തരം കരിമ്പ്. കരളിനെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കാനും കരളിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും. കരളിൻ്റെ വിഷാംശം ഇല്ലാതാക്കുന്നതിനും ശുദ്ധീകരിക്കുന്നതിനും ഇതിന് കഴിയുന്നു. മരിച്ചവരെ സ്വപ്നം കാണുന്നത് ജ്യോതിഷത്തിൽ എന്തു വരുന്നതിൻ്റെ സൂചനയാണ്? മരണം, നല്ല കാലം, രോഗം, ധനനഷ്ടം. ഉത്തരം നല്ല കാലം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു വലിയ പരിവർത്തനം കാണാൻ പോകുകയാണ് എന്നതാണ്. ഒരു തരത്തിൽ നിങ്ങളുടെ കരിയർ, ബന്ധങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യം എന്നിവയുടെ രൂപത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ നല്ല മാറ്റത്തിന് തയ്യാറാകാൻ മരിച്ചവർ ബന്ധുക്കളോട് പറയാൻ ശ്രമിക്കുന്നു. പക്ഷാഘാതത്തിന് തൊട്ടുമുൻപേ വരുന്ന ലക്ഷണം എന്ത്? മരവിപ്പ്, വേദന, തലകറക്കം, നെഞ്ചിടിപ്പ്. ഉത്തരം മരവിപ്പ്. സ്ട്രോക്കിൻ്റെ മുന്നറിയിപ്പ് അടയാളങ്ങളിൽ സാധാരണയായി ശരീരത്തിൻ്റെ ഒരു വശത്ത്, മുഖം, കൈ അല്ലെങ്കിൽ കാലിൻ്റെ ബലഹീനത അല്ലെങ്കിൽ മരവിപ്പ്, സംസാരിക്കുന്നതിലോ മനസ്സിലാക്കുന്നതിലോ പ്രശ്നം, 1-2 കണ്ണുകളിൽ മങ്ങൽ അല്ലെങ്കിൽ കാഴ്ച നഷ്ടപ്പെടൽ പോലുള്ള കാഴ്ച പ്രശ്നങ്ങൾ തുടങ്ങിയവയാണ്.
എൻ്റെ വീഡിയോ കാണുന്നതിൽ കൂടുതൽ പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നവർ. അവർ തീർച്ചയായും സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണുന്നവർ